ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് പരിപാടി? വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ക്രാഫ്റ്റ് ചെയ്യേണ്ട ഒരൊറ്റ സാധനം എൻ്റെ കയ്യിലില്ല, ഇൻക്ലൂഡിങ് ആ ഒരു ഫാബ്രിക് പെയിൻറ്റ്. കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നിരിക്കുവാണ്. ഇനി എല്ലാം റീസ്റ്റോക്ക് ചെയ്താലേ എന്തെങ്കിലും ക്രാഫ്റ്റ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റൂ. സോ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു കുക്കിംഗ് വീഡിയോ അങ്ങ് ചെയ്യാം. കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നോർമലി എനിക്കിതുപോലെ മൂഡ് ഓഫ് ആകുമ്പോഴത്തേക്കും ഇന്നിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ എൻ്റെ മൂഡ് കംപ്ലീറ്റ് പോയി. അങ്ങനെ ഇതുപോലെ മൂഡ് ഓഫ് ആകുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കുക്കിംഗ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കുക്കിംഗ് ഒന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മാഗിയൊക്കെ പോലത്തെ ഇതുപോലത്തെ കുറച്ച് ഈസി റെസിപ്പീസ്. ഇപ്പോൾ നോർമലി ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാഗിയിൽ ആ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇന്ന് കുറച്ചധികം ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റേതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ കൂടെ അതിനകത്ത് ചെയ്യാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഉള്ളൊരു റെസിപ്പിയാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും മാഗിയിൽ ഈ സാധനങ്ങളൊക്കെ ഇടും, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പി പോലത്തെ മാഗിയിൽ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇത്തിരി ആഡംബരമായിട്ട് എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ആദ്യം ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് ഇതിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് ഇടണം. അതിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തീരാറായപ്പോഴത്തേക്കും നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ. മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും മാഗി ഒരു അൺഹെൽത്തിയാണ്, കുറച്ചൊക്കെ നമുക്കിതുപോലെ ഹെൽത്തി ആക്കാം അല്ലേ.